എല്ലാവർക്കും നമസ്കാരം. മുറപ്പെണ്ണ് മുതൽ മനോരഥങ്ങൾ വരെ മലയാള സിനിമയുടെ ടി കാലത്തിൻ്റെ 61 വർഷങ്ങൾ. 32ാമത്തെ വയസ്സിലാണ് ടി വാസുദേവൻ നായർ സർ മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത്. 91ാമത്തെ വയസ്സിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോമിലൂടെ മനോരഥങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കലാമണ്ഡലം സരസ്വതി ടീച്ചറുടെ ആത്മകഥയായ സാരസ്വതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ടീച്ചർ ഡാൻസ് ക്ലാസ് കഴിഞ്ഞു വരുന്ന സമയത്ത് അച്ഛനും മകളും ഇരുന്ന് ലോക സിനിമകൾ കാണുന്നതിനെക്കുറിച്ചാണത്. ഒരു ടി വിക്ക് മുമ്പിലിരുന്ന് വ്യത്യസ്ത വയസ്സിലുള്ള അനുഭവങ്ങളുടെയും പരിചയ സമ്പത്തിൻ്റെയും അജഗജാന്തരമുള്ള രണ്ട് മനുഷ്യരിരുന്ന് സിനിമകൾ കാണുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അശ്വതി ചേച്ചിക്ക് ആദ്യത്തെ പരിചയം എന്ന് പറയുന്നത് എഴുത്തുകാരനായ അച്ഛനേക്കാളും കൂടുതൽ സിനിമാക്കാരനായ അച്ഛനെയായിരിക്കും. സിനിമകളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അതിൽ ടീച്ചർ പറയുന്നുണ്ട്, ഇവർ കാണുന്ന സിനിമകളുടെ പ്രമേയമോ അതിലെ ദൃശ്യാവിഷ്കാരങ്ങളുടോ അതിൻ്റെ അശ്ലീലങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ബോധർ ചെയ്യാതെ രണ്ടുപേരും ഇരുന്ന് സിനിമ കാണുന്നത് ഉൾക്കൊള്ളുന്നുണ്ടായിരിക്കാം. ഒരാൾ ഉൾക്കൊള്ളുന്ന ലെവലായിരിക്കില്ലല്ലോ മറ്റേ ആളത്. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ എന്ന് പറയുന്ന സിനിമാക്കാരനെ ടി ഞങ്ങൾക്ക്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത ഒരു ആർട്ടിക്കിളിൽ തന്നെ ഞാനൊരു ടൈറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ടി എന്ന മൗനത്തിലുണ്ട്, അച്ഛൻ എന്ന വാചാലത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ നമ്മൾ ആദ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? എന്താണ് സത്യത്തിൽ ടി എന്ന അച്ഛനായിട്ടുള്ള സിനിമാക്കാരനെക്കുറിച്ച് ആദ്യത്തെ ചിത്രം? കുട്ടിയായിരിക്കുന്ന അശ്വതി മുതൽ ഇതുവരെ എത്തിയിരിക്കുന്ന അശ്വതിയിൽ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത്? എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിൽ അച്ഛൻ സിനിമകൾ കാണും. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, പിന്നെ കളർ TV ആയി, പിന്നെ അതിനൊരു VCR വന്നു. അപ്പം മുതൽ ഏത് യാത്രയ്ക്ക് പോയാലും ഒരു VHS ഉണ്ടാവും, 1-2 പെട്ടിയിലുണ്ടാവും. പുതിയ പടങ്ങളായിരിക്കും. അങ്ങനെ വിദേശത്ത് പോയാൽ പ്രത്യേകിച്ചും കുറേ എണ്ണം വരും. ഇത് കാണുമ്പോൾ ഞാൻ ആ പരിസരത്തുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോയിരിക്കും. അപ്പോൾ ഇന്നത് കാണണ്ട അല്ലെങ്കിൽ ഇപ്പോൾ പോയിക്കോ അങ്ങനെയൊന്നുമില്ല, നമുക്കെന്തും അവിടെ ഇരുന്ന് കാണാം. അതേസമയം കുട്ടികൾക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് ഹരം, ഇനിറ്റ് ബ്ലൈറ്റൻ അങ്ങനെയുള്ള അമർചിത്രകഥ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട VHSും കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ സിനിമകൾ വീട്ടിൽ നമ്മുടെ ഒരു എന്താ പറയുക നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമയോടുള്ള എൻ്റെ നല്ല സിനിമ ആസ്വദിക്കാനുള്ളതിൻ്റെ ആ ഒരു കഴിവിൻ്റെ തുടക്കം ശരിക്കും അച്ഛനിൽ നിന്ന് തന്നെയാണെന്ന് വേണം പറയാൻ. പിന്നെ ഞാൻ അറിയുന്നത് ആദ്യം ഞാൻ അച്ഛൻ്റെ കൃതികളൊക്കെ ഗൗരവത്തോടെ വായിക്കുന്നത് ഒരു 14 വയസ്സിന് ശേഷമാണ്. അതിനുശേഷമാണ് സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ഞാൻ കൂടുതൽ അച്ഛനെ അറിയുന്നത്. പക്ഷെ അതുവരെ സിനിമയാണ്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ആളുകൾ വീട്ടിൽ വരും. പലപ്പോഴും ഞങ്ങളുടെ വെക്കേഷൻസ് മദിരാശിയിൽ പോകുമ്പോൾ അമ്മയ്ക്ക് ഡാൻസ് പഠിക്കുന്നതോടൊപ്പം അച്ഛന് സ്ക്രിപ്റ്റ് എഴുതുന്നതായിരിക്കും. വൈകുന്നേരം ചർച്ചകൾക്കായി സംവിധായകർ വരും, നടന്മാർ വരും, ആക്ടേഴ്സ് വരും. അപ്പം അങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം എപ്പോഴും എൻ്റെ ചുറ്റിലും ചെറുപ്പത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് മനോരഥങ്ങൾ ചെയ്യുമ്പോൾ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു അച്ഛനെയാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളൊന്നുമല്ല, നമ്മളൊരു ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്, ഇങ്ങനെ 9 സിനിമകൾ നമുക്ക് ചെയ്യണം, പുതിയ കാലത്തിനനുസരിച്ച് നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് സത്യത്തിൽ സമ്മതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്താ പറയുക, ഒരു കല്ലെറിഞ്ഞ് നോക്കുക എന്നുള്ള പോലെ വളരെ പേടിയോടുകൂടിയാണ് ഞാൻ പോയി ചോദിക്കുന്നത്. പക്ഷേ സമ്മതിച്ചു എന്നുള്ളതാണ്. ഇറ്റ് വാസ് വെരി ഓപ്പൺ ടുവേർഡ്സ് റൈറ്റിംഗ് ഫോർ ന്യൂ മീഡിയ ലൈക്ക് OTT. മനോരഥങ്ങളിൽ 9 ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ടിയുടെ തിരഞ്ഞെടുത്ത കഥകളിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട 9 കഥകൾ സെലക്ട് ചെയ്യുന്നു. അതിൽ ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായി നമുക്ക് തോന്നുന്ന ഒരു മിസ്സസ് പരേഖ് എന്ന് പറയുന്ന സുന്ദരിയായ ഒരു സ്ത്രീ തൻ്റെ
വീട്ടു സാധനങ്ങളൊക്കെ മെല്ലെ മെല്ലെ വിറ്റൊഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്നതൊക്കെ അസൂയയോടെ നമ്മൾ നോക്കിക്കാണുന്ന വിൽപ്പന എന്ന് പറയുന്ന സിനിമ തന്നെയാണ് അശ്വതി ചേച്ചി തിരഞ്ഞെടുക്കുന്നത്. സംവിധാനം ചെയ്യാൻ പോകുന്നു എന്ന് അച്ഛനോട്, അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഉള്ള പരിചയമില്ല, കൊറിയോഗ്രാഫിയും ഡാൻസുമാണ് മെയിനായിട്ടും ചേച്ചിയുടെ ഫീൽഡ്. ഒപ്പം സാഹിത്യത്തിൽ കഥകൾ എഴുതുന്നുണ്ട്. തികച്ചും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ദൃശ്യാവിഷ്കാര മേഖലയിലേക്ക് വരുന്നു. അതും ആദ്യത്തെ പരീക്ഷണം അച്ഛൻ്റെ കഥയിലാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ചാലഞ്ച്? ഞാൻ തിരഞ്ഞെടുത്തതല്ല, അത് എൻ്റെ തലയിൽ വന്ന് വീണതാണ്. അതാണ് അതിൻ്റെ സത്യം. ഈ കഥ വേറൊരു സംവിധായകൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. അവർക്കും ഈ ആക്ടേഴ്സിനും തമ്മിലുള്ള ഒരു പ്രശ്നം കാരണം അത് മാറ്റിവെച്ചു. അപ്പം എന്നാൽ ശരി, ആ കഥ ഒഴിവാക്കാം, വേറൊരു കഥ. അപ്പോൾ അതല്ലാതെയും നമ്മളൊരു 10-20 കഥ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കഥ മതി എന്നുള്ള ഇതിൽ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് സരിഗമ ഇന്ത്യ അവർ വന്നിട്ട് പറഞ്ഞത്, ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാളാണ്, അപ്പോൾ എനിക്ക് പറ്റില്ല. ഒരുപാട് അവർ നിർബന്ധിച്ചു. അപ്പം അങ്ങനെയാണ് ഒന്ന് ആലോചിക്കാം എന്നുള്ള നിലയ്ക്ക്. പിന്നെ ആ സ്ക്രിപ്റ്റ് ഇങ്ങനെ മനനം ചെയ്ത് ഇങ്ങനെ വളരെ പേടിയോടുകൂടി തന്നെയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ലെഗസിയാണ്, നമ്മൾക്ക് ഒരു പരിചയമില്ലാത്തൊരു ക്രാഫ്റ്റ്. കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഫിലിം മേക്കിംഗ് പുറത്തു നിന്ന് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് നമുക്ക് സ്റ്റേജിൽ ഒരുപാട് പ്രൊഡക്ഷൻസ് ചെയ്തതിൻ്റെ ഒരു ധൈര്യം, പിന്നെ ഇമോഷൻസ് ആണല്ലോ ഇതിൽ. വിൽപ്പന എന്ന കഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വളരെ ഒരു നേരിയ ത്രെഡാണ് ബിറ്റ്വീൻ ഡിപ്രഷൻ ആൻഡ് ഇൻസാനിറ്റി. ആ സ്ത്രീ കടന്നു പോകുന്നൊരു അവസ്ഥ. അപ്പോൾ ഈ എക്സ്പ്രഷൻസിനെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അത് ആക്ടേഴ്സിനോട് കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ പറ്റിയ, ആൻഡ് ഇഫ് യു ഹാവ് എ ഗുഡ് ടീം എന്ന വളരെ നല്ലൊരു സപ്പോർട്ടീവ് ടീം എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിൽപ്പന സംഭവിക്കുന്നത്. നടി സീമ അദ്ദേഹത്തിൻ്റെ MTയുടെ 90ാം പിറന്നാളിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് തന്നൊരു ലേഖനത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, സാധാരണ എഴുത്തുകാരുടെ എല്ലാം സംഭാഷണങ്ങളിൽ അതെന്താ എന്നാണെങ്കിൽ നമുക്ക് വളരെ നോർമലായിട്ട് അതെന്താ എന്ന് പറഞ്ഞിട്ട് പോകാം. പക്ഷേ MTയുടേതാണെങ്കിൽ അത് എന്താ അത് എന്നായിരിക്കും. അത് എന്താ അത് എന്നുള്ളത് അത് ഡെലിവർ ചെയ്യേണ്ട പലതരത്തിലുള്ള റിഹേഴ്സലുകൾ എടുത്തിരിക്കണം. സാധാരണ എഴുത്തുകാർക്ക് അതെന്താണെന്നാണെങ്കിൽ അതിനൊരു അതെന്താ എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് MT എന്ന് പറയുന്ന തിരക്കഥാകൃത്തിനെ ഏറ്റവും കൂടുതലായിട്ടും അഭിനേതാക്കൾ പഠിക്കാനും പേടിയോടുകൂടി പഠിക്കാനും തയ്യാറാവുന്നത്. പക്ഷേ MTയെ സംബന്ധിച്ചിടത്തോളം ഒരു നടനോ ഒരു നടിയോ ഇല്ല. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആ സംഭവം? സാധാരണ ഇന്നത്തെയൊക്കെ എഴുത്തുകാരിൽ ഒരു പരിധിവരെ ആളുകൾ മാറ്റിയെഴുത്ത് പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ്ഡ് ആവുന്നത് അഭിനേതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുന്നിൽ നോക്കിയെന്ന് കാണാൻ ഒരു നടനോ നടിയോ ഇല്ല എന്നുള്ളത്. അത് എങ്ങനെയാണ് ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് അതിനെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഐ തിങ്ക് ഒരു എഴുത്തുകാരൻ, അച്ഛൻ ഐ തിങ്ക് പ്രൈമറിലി എഴുത്തുകാരനാണ്, അതിന് ശേഷമാണ് തിരക്കഥാകൃത്തും മറ്റുമൊക്കെ ആവുന്നത്. അപ്പോൾ ഈ എഴുത്തിനോടുള്ള ഒരു സത്യസന്ധത, ഒരു നീതി, അവനവൻ്റെ മനസാക്ഷിയോടുള്ള ഒരു നീതിയൊക്കെ പുലർത്തുമ്പോൾ അച്ഛൻ, എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ആദരിച്ചൊരു പരിപാടിയിലാണ്, മമ്മൂക്കയും IV ശശി സാറും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിലാണ് പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു ആക്ടർക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, എന്നോട് പറഞ്ഞാൽ ഞാനൊട്ട് എഴുതുകയില്ല എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ എഴുത്തിനോടുള്ള ഒരു സിൻസിയറിറ്റി, നമ്മളുടെ ക്രാഫ്റ്റിനോടുള്ള ഒരു കൺവിക്ഷൻ, അതാണ്. അപ്പോൾ അത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും, ഇതാണ് അച്ഛൻ പറഞ്ഞത്, എഴുതി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും ഇന്ന ആളുടെ ശരീരഭാഷ, ഇന്ന ആളുടെ മാനറിസം ഈ ക്യാരക്ടറിന് ചേരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാസ്റ്റിങ്ങിലേക്ക് കടക്കുന്നത്. അല്ലാതെ ഒരു പ്രത്യേക നടനോ നടിക്കോ വേണ്ടി ഒരു കഥയും എഴുതിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ പുതിയ ആളുകൾക്ക്, പുതിയ സംവിധായകരായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ
ഇന്നേ വരെയുള്ള എല്ലാ MT കൈവച്ച തിരക്കഥകളിലും സംവിധാനങ്ങളിലും ഒക്കെ തന്നെ ആയിക്കോട്ടെ, പുതിയ ആളുകളെ പരീക്ഷിക്കാനുള്ള ഒരു ആർജവം, പുതിയ സംവിധായകരായിക്കോട്ടെ, പുതിയ ക്യാമറ ആയിക്കോട്ടെ, പുതിയ അഭിനേതാക്കളായിക്കോട്ടെ, പുതിയ ആളുകൾക്ക്. അപ്പം അതേ പ്രോസസ്സ് അദ്ദേഹം എഡിറ്ററായിരിക്കുന്ന മാഗസിനിലും വീക്ക്ലിയിലും ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ അവിടെ ഉണ്ട്, അതിന് ഞാനൊരു ചാലകമായിട്ട് മാറണം, ഒരു മീഡിയേറ്ററായിട്ട് ഞാൻ അവിടെ നിൽക്കണം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നിലപാടുകളുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് പുതിയ ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളൊക്കെ ഒരു പങ്കുവയ്ക്കാറുണ്ടോ? നിങ്ങൾ തമ്മിൽ സിനിമാ ചർച്ചകളൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയെക്കുറിച്ച്, അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന സിനിമകളെക്കുറിച്ച്? അദ്ദേഹം കണ്ണിന് ഏതാണ്ട് തൻ്റെ മനസ്സിനനുസരിക്കുന്ന കാലം വരെ ലോക സിനിമകളെല്ലാം കൃത്യമായി ഒബ്സർവ് ചെയ്ത് സ്വന്തമായി ഇരുന്ന് വാച്ച് ചെയ്തിട്ട് അതിലെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് സംവിധായകരെ സോർട്ട് ചെയ്ത ഒരാളാണല്ലോ. അപ്പം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യാറുണ്ടായിരുന്നോ? ഈ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ശരിയാണ്, ഇതിൽ പല കാര്യങ്ങളും അച്ഛൻ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ അവർക്കും നമ്മളോട് ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ശരിയാണ്, വളരെ അപ് ടു ഡേറ്റ് ആണ്. ഓരോ വർഷവും ഇറങ്ങുന്ന ഓസ്കാർ സിനിമകളൊക്കെ കൃത്യം കാണും. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെയുള്ള എല്ലാ 2023 വരെയുള്ള ഓസ്കാർ ഫിലിംസ് എല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് ഭാഷയിൽ ഇപ്പോൾ ഹിന്ദിയിലായാലും കന്നഡത്തിലും ഒക്കെ വരുന്ന സിനിമകൾ ഏതാണെന്ന് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അതിൻ്റെ സംവിധായകരെക്കുറിച്ചും ഇതൊന്നും നമ്മൾ കാണില്ല ചിലപ്പോൾ, പക്ഷേ ഒബ്സർവേഷൻ നടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ മാസികകളിലൂടെ ആയിരിക്കാം, ടെലിവിഷനിലൂടെ ആയിരിക്കാം, വാർത്തകളിലൂടെ ആയിരിക്കാം. പക്ഷെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ അച്ഛൻ്റെ കയ്യിലുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഇന്ന സിനിമ ഇന്ന ആൾ ചെയ്തത് കൃത്യമായിരിക്കും, ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ടാവും, ആ റെഫറൻസ് അവിടെ ഉണ്ടാവും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പിന്നെ ചർച്ചകൾ നല്ല സിനിമകളെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിക്കും. അതിനൊരു മൂഡുണ്ടാവണം. ആ മൂഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഒരുപാട് സമയം, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ തന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്ത ചാലഞ്ചസിനെ കുറിച്ച്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിൽ തട്ടിയൊരു സീനാവാം. ഒരു സിനിമയിൽ എപ്പോഴും പറയുന്ന ചില റെഫറൻസസ്, ഇപ്പം ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ് എന്ന് പറയുന്ന സിനിമ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടതാണ് അച്ഛൻ്റെ കൂടെ. അപ്പോൾ അത് പിന്നെയും ചില വാർ സിനിമകളൊക്കെ വരുമ്പോൾ പഴയത് അതിലേക്ക് റെഫറൻസ് വരും. അപ്പോൾ പഴയതായിട്ടും പുതിയതായിട്ടും ഒക്കെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യുകയും ഒരു റെഫറൻസ് ശരിക്കും നമുക്ക് പറഞ്ഞാൽ എല്ലാത്തിനെ കുറിച്ചും അപ് ടു ഡേറ്റ് ആയിട്ട് ഉള്ള ഒരു സംഗതിയാണ് അച്ഛനത്. ഐ തിങ്ക് ഹി എൻജോയ്ഡ്. പുതിയ കാലഘട്ടത്തിൽ വരുന്നതും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്ന ആ പ്രോസസ്സ് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് മലയാളത്തിന് തിരക്കഥാ സാഹിത്യം എന്ന് പറയുന്ന ഒരു ശാഖ സംഭാവന ചെയ്യുന്നത് അദ്ദേഹമാണ്. കഥ, നോവൽ, ലേഖനങ്ങൾ, നിരൂപണങ്ങൾ, ഇതിനപ്പുറത്തേക്ക് സിനിമ എന്ന് പറയുന്ന വളരെ ന്യൂബോൺ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ നിന്നും തിരക്കഥയ്ക്കുണ്ടാകുന്ന പ്രാധാന്യവും ആ തിരക്കഥ നിർബന്ധമായിട്ടും അച്ചടിച്ചിരിക്കണമെന്നും അത് പുസ്തകമാക്കിയിരിക്കണമെന്നുമുള്ള ഒരു നിർബന്ധം വന്നു ചേരുന്നതും മലയാളത്തിൽ അങ്ങനെ ഒരു ട്രെൻഡിന് തുടക്കം ഇടുന്ന ആദ്യകാലത്തെ ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ആണെന്ന് തോന്നുന്നത് ആദ്യത്തെ തിരക്കഥ പുസ്തകമായി ഇറങ്ങിയത്. ഈ തിരക്കഥകളെല്ലാം തന്നെ പിന്നീട് എല്ലാ അക്കാദമിക് മേഖലകൾക്കും ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഫിലിം സ്റ്റഡീസിനും അത് പാഠവിഷയങ്ങളായി. ഓരോ ചാപ്റ്ററെങ്കിലും എല്ലാം +2 മുതൽ 10ാം ക്ലാസ് മുതൽ +2 മുതൽ ഇങ്ങോട്ടേക്ക് ഓരോരോ ചാപ്റ്ററെങ്കിലും തിരക്കഥാ സങ്കേതം പരിചയപ്പെടുത്താൻ വേണ്ടി കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വലിയൊരു എഫേർട്ട് ഒരു തിരക്കഥ എഴുത്തിലുണ്ട്. അത് തിരക്കഥ എഴുതി കഴിഞ്ഞ് സിനിമയായി, സിനിമ വളരെ ഹിറ്റായി, നല്ല അഭിപ്രായങ്ങൾ നേടി കഴിഞ്ഞതിന് ശേഷം ആ തിരക്കഥ തിരികെ അച്ചടിയിലേക്ക് ആക്കാൻ വേണ്ടി അദ്ദേഹം അന്വേഷിച്ചിട്ട് നിർഭാഗ്യവശാൽ അത് എക്സിക്യൂട്ട് ചെയ്ത ആളുകളുടെ കയ്യിലില്ല. 2 തവണയേ ചോദ്യം ഉണ്ടാവും, മൂന്നാമത്തെ തവണ ചോദ്യമില്ല. മാക്സിമം 2 തവണ, ഒരു തവണ പകുതി ചോദിക്കാറുള്ളൂ എല്ലാ കാര്യങ്ങളും അദ്ദേഹം. എന്നിട്ട് ബാക്കി ആ കുടുംബത്തിലുള്ള ആൾ പറയുന്നതാണ് നല്ലത്. ഞങ്ങൾക്കൊക്കെ കേട്ട് പരിചയമുള്ളൂ. സതയം പിന്നെ എങ്ങനെ തിരക്കഥാ പുസ്തകമായി എന്നുള്ളത്. സതയം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സ്ക്രിപ്റ്റ് ഇല്ല.
പിന്നെ അതിനുശേഷം ഡയറക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറുടെ അടുത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അസോസിയേറ്റ് ഡയറക്ടർ കുറേ തിരഞ്ഞു, അയാൾക്കും കിട്ടിയില്ല. അവസാനം ഈ 2 പേരുടെ അടുത്തേ ചോദിച്ചുള്ളൂ, പറഞ്ഞ പോലെ 2 ചോദ്യം ഉണ്ടായുള്ളൂ. പിന്നെ അതിന് ശേഷം അച്ഛൻ ആ സിനിമ ഇട്ട് കണ്ട് ഓരോ സീൻ ബൈ സീൻ വീണ്ടും എഴുതി, എന്നിട്ടാണത് പുസ്തകമാക്കുന്നത്. അതിന് ഒരുപാട് മണിക്കൂറുകൾ, അതൊരു സാധനയാണ്. അത് എത്ര പേർക്ക് ഇപ്പോൾ സാധിക്കും എന്നുള്ളത് നമുക്കൊന്നും അതിനുള്ള ക്ഷമയുണ്ടോയെന്നും കൂടി എനിക്ക് അറിയില്ല. പക്ഷെ അത് സാധനയാണ്. ദാറ്റ്സ് ദി ഓൺലി വേർഡ്. അത് ആ ചെയ്യുന്ന ജോലി. അപ്പോൾ എൻ്റെ സ്ക്രീൻ പ്ലേ അച്ചടിച്ച് വരണം, ആ കളക്ഷനിൽ അത് വളരെ പ്രധാനമായിരുന്നു. നാഷണൽ അവാർഡും കൂടി കിട്ടിയൊരു സ്ക്രീൻ പ്ലേ. അപ്പോൾ അത് പബ്ലിഷ് ചെയ്ത് വരണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അത്രയും മെനക്കെട്ട് വീണ്ടും കുത്തിയിരുന്ന് ആ സിനിമ കണ്ട് എഴുതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതെ, സ്വന്തം തിരക്കഥ സിനിമയായി കണ്ടതിന് ശേഷം ആ സിനിമ കണ്ടിട്ട് വീണ്ടും തിരക്കഥ എഴുതുക, അത്രയും ക്ഷമ എഴുത്തിൽ അല്ലേ. അദ്ദേഹം ഇതേപോലെ തന്നെ നിരാകരണം എന്ന് പറയുന്ന ഒരു സംഭവം, നോ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബിഗ് നോയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് നോ പറയിക്കാതെ എങ്ങനെ യെസ് ആക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഒരു കാര്യവുമായി ചെല്ലുന്ന ആൾ ഏറ്റവും കൂടുതൽ ആ സിത്താരയുടെ പടി കയറുന്നത് വരെ ഇതെങ്ങനെ യെസ് ആക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അറുത്തും മുറിച്ച് നോ പറയാറുണ്ട്. ഒരു നടൻ ഇതേപോലെ ഒരു സീൻ, സിനിമ എനിക്കറിയില്ല, ഞാൻ ഇതുപോലെ കേട്ടതാണ്, ആ സീൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ അതെൻ്റെ ഇമേജിനെ ബാധിക്കുന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ അത് വേണ്ട, ആ നടൻ വേണ്ട, ആ സിനിമയിൽ നിന്ന് ആ നടൻ വേണ്ട എന്ന് പറയാനുള്ള ഒരു റൈറ്റ്. അതേപോലെ എഴുതിയ സംഗതികൾ വള്ളി പുള്ളി വെട്ടാതെ, ആഡ് ചെയ്യാതെ, കൂട്ടിച്ചേർക്കാതെ, സംവിധായകൻ്റെ കൂടുതൽ ഭാവനകൾ, അതിലൊരു ക്യാപ്റ്റന് എന്താണോ ചെയ്യേണ്ടത് അത് മുഴുവൻ ഒരു തിരക്കഥയിലേക്ക് എഴുതി വെക്കുക. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. അത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷനായ OTT-യിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 9 കഥകൾ, കാഴ്ച, ശിലാലിഖിതം, അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്ന സമയം, വിൽപ്പന, ഇതേപോലുള്ള എല്ലാ സിനിമകളും എടുത്ത് ചെയ്യുന്ന സമയത്ത് ഈ സ്ട്രിക്ട്നെസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. വളരെ ഡീറ്റെയിലിങ്ങിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പ്രോപ്സ് അടക്കം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുതിയ കാലഘട്ടം, ഇപ്പം നമ്മൾ ഇപ്പോൾ കടുകണ്ണാവ അതിൽ എടുത്ത് നോക്കിയാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ 1940s ആണ്. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ആർട്ട് ഡയറക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിനൊക്കെയും നമ്മൾ പരമാവധി, ഇപ്പോൾ അതിലത്തെ ഒരു റബ്ബർ മൂങ്ങ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ റബ്ബർ മൂങ്ങയെ സത്യത്തിൽ അച്ഛൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിൽ തുടങ്ങുന്ന റബ്ബർ മൂങ്ങ. അതെ അതെ, ആ കഥയും ഈ കഥയും റിലേറ്റഡ് ആണ്, ഇതിൻ്റെ ഒരു തുടർച്ചയാണത്. അപ്പോൾ ഈ റബ്ബർ മൂങ്ങയെ അച്ഛൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അച്ഛൻ്റെ മനസ്സിലുള്ളത് അച്ഛൻ എഴുതി വെച്ചു. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പ്രശാന്ത് മാധവാണ് അതിൻ്റെ ആർട്ട് ഡിസൈനർ. പ്രശാന്തിന് പറഞ്ഞു കൊടുത്താലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വരുന്നതേ അത് ഉണ്ടാവുള്ളൂ. അച്ഛൻ്റെ ഭാവനയിലുള്ള റബ്ബർ മൂങ്ങ സൃഷ്ടിക്കാൻ പ്രശാന്തിനെ കൊണ്ട് ആവില്ല. പക്ഷേ അദ്ദേഹം ഉണ്ടാക്കിയത് നമ്മൾ കാണിച്ചു കൊടുക്കുകയും ഇത് മതി എന്ന് പറയുകയും ചെയ്ത്, പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പലതും പിന്നെ ഡയറക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കും. ഇപ്പോൾ ഒരു ചാലഞ്ചിങ് സംഭവം, ഇപ്പം നമുക്ക് വേറൊരു വലിയ ചാലഞ്ച് ഉണ്ടായത്, ഞങ്ങൾ മനോരഥങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഷെർലക്ക് എന്നുള്ള കഥ. ഇപ്പോൾ ഷെർലക്ക് എന്നുള്ള കഥ ആക്ച്വലി അമേരിക്കയിലാണ്, അതിൻ്റെ പശ്ചാത്തലം അമേരിക്കയാണ്, സമ്മറിലാണ് അത് നടക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഷൂട്ട് നീണ്ടുപോയി. യുക്രൈൻ വാർ വന്നു, വിസ കിട്ടാൻ വൈകി. പിന്നെ ഫഹദ് ആ സമയത്ത് 2 പോസ്റ്റ് കോവിഡ് ഒരുപാട് ഡേറ്റിൻ്റെ പ്രശ്നം കാരണം 2 സിനിമ 3 സിനിമ, പുഷ്പ, വേറെ വിക്രം, ഇതൊക്കെ സൈമൾട്ടേനിയസ്ലി അഭിനയിക്കുന്ന സമയം. അപ്പോൾ ഫഹദിൻ്റെ ഡേറ്റും എല്ലാം കൊണ്ടും കഥ കുറച്ച് നമ്മുടെ ഷൂട്ടിൻ്റെ ഒരു ടൈം നീണ്ടുപോയി.
അപ്പോൾ അച്ഛനോട് അത് അഡ്രസ്സ് ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു നമുക്ക് സമ്മറിൽ എന്തായാലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇവിടുന്ന് കാനഡയിൽ പോയിട്ടേ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അമേരിക്കയിൽ പെർമിഷൻ ഇല്ല, അന്ന് കോവിഡ് കാലമായത്, കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് വിസ കിട്ടാനില്ല, അവർ ഓപ്പൺ ചെയ്തിട്ടില്ല. സോ അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്യുന്നത് സ്വപ്നം കാണാൻ വയ്യ. അപ്പോൾ അവസാനം കാനഡ, ഏകദേശം ഒരേ ഭൂപ്രകൃതിയുള്ള കാനഡയിൽ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് മാറ്റി പ്ലേസ് ചെയ്യേണ്ടി വരും, വിൻ്റർ ആക്കേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം വിൻ്ററാണ്. ആയിക്കോട്ടെ. സോ അത് ഇപ്പോഴത്തെ കാലത്ത് എന്താണോ പ്രാക്ടിക്കലി ഇപ്പം നമുക്ക് നടക്കുന്നത് അതിനനുസരിച്ച് ഡയറക്ടേഴ്സിനെയും ടീമിനെയും കംഫർട്ടാക്കുക. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ കഥയുടെ പശ്ചാത്തലം മാറി അത് മഞ്ഞായി. അപ്പം അങ്ങനത്തെ സംഗതികൾക്ക് നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഡയലോഗ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ ആ നിർബന്ധം ഇപ്പോഴും ഉണ്ട്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ 9 സിനിമകളും നമ്മൾ ചെയ്തത്. അതുപോലെ ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് അച്ഛനോട് പോയി പറഞ്ഞാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ട് തന്നെ നമ്മളിവിടെ സഹകരിക്കുകയും ചെയ്യും. മനോരഥങ്ങൾ എന്ന പേര് അദ്ദേഹം തന്നെയാണല്ലോ നിർദ്ദേശിച്ചത്. അതെ. അപ്പോൾ ഈ ആന്തോളജിക്ക് ഇങ്ങനൊരു പേര് വേണം, എന്താവും, അന്നതേക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നോ, അതോ ഒറ്റയടിക്ക് ഒരു പേരാണോ? അല്ല, നമ്മൾ 2 സംഗതിയായിരുന്നു. നമുക്കൊരു ടൈറ്റിൽ വേണം, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും ഒരു ഗ്ലോബൽ ഓഡിയൻസിന് എത്തുമ്പോഴും അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് മൈൻഡ്സ്കേപ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തത്. അപ്പോൾ എന്ത് പേര് വേണം, ഈ 9 കഥകൾക്കും കൂടി കളക്റ്റീവായിട്ടൊരു പേര് വേണം, അച്ഛൻ എന്തെങ്കിലും ആലോചിച്ച് പറയൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മനോരഥങ്ങൾ അത് മതി. അപ്പോൾ ഞാൻ പറഞ്ഞു മനോരഥങ്ങൾ, അപ്പോൾ അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ മൈൻഡ്സ്കേപ്സ്, അത് മതി. പിന്നെ നമ്മളത് പ്ലാറ്റ്ഫോമിലേക്ക് അയച്ചു, പ്രൊഡ്യൂസേഴ്സിന് അയച്ചു. അപ്പോൾ അവരെല്ലാവരും ഇത് ഓക്കെ ചെയ്തു. അങ്ങനെയാണ്. അത് വേറെ ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല, അച്ഛൻ തന്നെ ഫിക്സ് ചെയ്തൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം 2 ആഴ്ചയ്ക്ക് ശേഷം വാർത്തകളിലൊക്കെ വന്ന ഒരു കാര്യമായിരുന്നു രണ്ടാം മൂഴം ഉടൻ തന്നെ അനൗൺസ് ചെയ്യുന്നു. രണ്ടാം മൂഴം ഒരു പക്ഷേ സാറിൻ്റെ ഏറ്റവും ഡ്രീമായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമായി കാണാൻ ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത്. അത് യാഥാർത്ഥ്യമാകാനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുമുണ്ട്. എവിടം വരെ എത്തി? ഭയങ്കര ചോദ്യമാണ്. നമ്മൾ അടുത്തൊരു 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പോകുന്നത്. പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുക, ഡയറക്ടറെ അനൗൺസ് ചെയ്യുക, അതിനുശേഷം ഒരു 1.5 വർഷത്തെ പ്രീ പ്രൊഡക്ഷൻ ഉണ്ട്. 1.5 വർഷം ചുരുങ്ങിയത് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ. അതിനുശേഷമാണ് ആ കാലയളവിലായിരിക്കും നമ്മൾ ഇതിൻ്റെ എന്താ പറയുക, റെസ്റ്റ് ഓഫ് ദി ടീമിനെ നമ്മൾ അസംബിൾ ചെയ്യുക. അതിനുശേഷമേ നമുക്ക് ഷൂട്ടിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അത് അത്രയും വലിയൊരു പ്രോജക്റ്റാണ്. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നടത്തും എന്ന് തന്നെയാണ് വിശ്വാസം. പെട്ടെന്ന് തന്നെ ഡയറക്ടറെയും വെച്ചും കൊണ്ടൊരു പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് എത്രയും പെട്ടെന്ന് ബിഫോർ മാർച്ച് നമുക്ക് ചെയ്യണം എന്ന് തന്നെയാണ്. അതിലേക്കുള്ള ഒരുക്കങ്ങൾ കുറേയൊക്കെ അച്ഛനുള്ള സമയത്ത് തന്നെ നമുക്ക് പലതും ചെയ്തു വെക്കാൻ പറ്റി എന്നുള്ളതാണ്. കോവിഡ് സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു ബൈബിള് പ്രിപ്പയർ ചെയ്തു. അതിലേക്ക് സീൻ ബൈ സീൻ അച്ഛൻ എന്താണോ എൻവിഷൻ ചെയ്യുന്നത്, അച്ഛൻ എന്താണോ വേണ്ടത്, പിന്നെ അതിൽ ഒരു ഡയറക്ടർക്ക് തോന്നാവുന്ന സംശയങ്ങൾ, ഇപ്പം ഒരു ക്യാരക്ടറിൻ്റെ പ്രായം, ശരീരഘടന, കോസ്റ്റ്യൂം, ആയുധങ്ങൾ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് അച്ഛൻ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അത് ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു ബൈബിളാണത്. അപ്പോൾ അങ്ങനത്തെ പ്രീ വർക്ക് നമ്മൾ ഓൾറെഡി കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഉദ്ദേശം നന്നായിട്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ്. ഈ മനോരഥങ്ങളിൽ തന്നെ 2 വർക്കുകൾ, ഓളവും തീരവും, അതേപോലെ ആൾക്കൂട്ടത്തിൽ തനിയെ, അതേപോലെ തന്നെ സ്വർഗം തുറക്കുന്ന സമയമാക്കുന്നു. ഇത് ഓൾറെഡി ഓഡിയൻസ് കണ്ട സാധനമാണ്.
രണ്ട് കാലഘട്ടത്തിലുള്ള രണ്ട് ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് കൈകാര്യം ചെയ്ത വിഷയങ്ങളാണ്. ഇതൊക്കെ സത്യത്തിൽ ഇതിനൊരു ചാലഞ്ചിങ് ആയിരുന്നല്ലോ. അപ്പോൾ അത് വീണ്ടും ഇങ്ങനെ ഒരു റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഈ പറയുന്ന ക്രോണോളജിക്കലി നമുക്ക് ഇപ്പോൾ മാച്ച് ആവുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സാർ അതെടുക്കണ്ടെന്നോ അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ചില സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം വരുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളൊരു 50 കഥ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഒരു 20 എണ്ണമായി. പിന്നെ ഈ 20 നിന്നാണ് ഈ 9 കഥയിലേക്ക് വരുന്ന സെലക്ഷൻ വരുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സിനെ ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു മനോരഥങ്ങൾ എന്നുള്ള പ്രോജക്റ്റിൻ്റെ ആദ്യത്തെ ടാസ്ക്. അപ്പോൾ ഡയറക്ടേഴ്സിന് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, അച്ഛന് ഒരുപാട് വർഷമായിട്ട് അച്ഛൻ്റെ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ജയരാജേട്ടൻ, പ്രിയൻ സർ, ഇവരെയൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ശ്യാം സർ, ഇവരൊക്കെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭാഗമാവണം എന്നാദ്യമേ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ജയരാജ് സാറിനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങോട്ടൊരാഗ്രഹം പറയുകയാണുണ്ടായത്, ഈ കഥ എനിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റോറി സെലക്ഷൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ആൾക്കൂട്ടത്തിൽ തനിയെ വന്നതാണ്. അപ്പോൾ അത് കുറേ കൂടി എക്സ്റ്റെൻഡ് 2 മണിക്കൂറിന് മുകളിലുള്ള ഒരു സിനിമയാണ്. അതിൽ സ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഷോർട്ട് സ്റ്റോറിയുടെ മാത്രം, അതിൻ്റെ എസൻസ് മാത്രം എടുത്തുകൊണ്ടൊരു സിനിമ, ഒരു ചെറിയ സിനിമ, ഇതിലെല്ലാം 40 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള സിനിമകൾ. അപ്പോൾ എന്നാൽ ശരി, ജയൻ അത് വേണമെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിലൊരു ചാലഞ്ച് എന്ന് പറയാൻ എനിക്ക് അതിൻ്റെ എക്സിക്യൂഷനിൽ അങ്ങനെ വലിയ ചാലഞ്ചസ് തോന്നിയില്ല. വേണുവെങ്കിലിന് സുഖമില്ലാത്തൊരു സമയമായിരുന്നു. അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് അഭിനയിച്ചതും ആ സിനിമയിലാണ്. അപ്പം തീരെ വയ്യാഞ്ഞിട്ട് പോലും അങ്കിള് വന്ന് 2-3 ദിവസത്തിൽ വർക്ക് തീർത്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്, അതിൽ രോഗിയായി കിടക്കുന്ന മാഷ്ട മുക്കലും ഞരങ്ങലും ഒക്കെ അത് വളരെ ഭംഗിയായിട്ട്, വളരെ സട്ടിലായിട്ട് അദ്ദേഹം ചെയ്തു വെച്ചു. പിന്നെ നമ്മൾ അറിയുന്നത് വേണമെങ്കിൽ പോയി എന്നുള്ളത്, അത് ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമമുണ്ടായ സംഗതിയാണ്. പക്ഷെ സ്വർഗം തുറക്കുന്ന സമയം ഒരു സിനിമയായി ചെയ്യുമ്പോൾ ആ തിരക്കഥയെക്കാളും അതിൻ്റെ ചെറുകഥയ്ക്കാണ് അവിടെ പ്രാധാന്യം നമ്മൾ കൊടുത്തത്. പഴയ ഫിലിമല്ല, ആൾക്കൂട്ടത്തിൽ തന്നെയല്ല, നമ്മൾ ആ ഷോർട്ട് സ്റ്റോറിയിലാണ് ഊന്നൽ. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ ചാലഞ്ചില്ല. കൂടുതൽ ചാലഞ്ച് ഇതിനായിരുന്നു, ഓളവും തീരവുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയാണ്, 2.5 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയാണ്. അതിനെ ആ തിരക്കഥയെ നമ്മൾ ഈ ഷോർട്ട് സ്റ്റോറിയുടെ പാകത്തിലേക്ക് നമ്മളതിനെ കംപ്രസ് ചെയ്ത് അത് കുറച്ച് നല്ലോണം മെനക്കെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു എഡിറ്റിംഗ് പ്രോസസ്സ്. പിന്നെ വേറൊരു സംഗതി, വിഷ്വൽസ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ വിഷ്വൽസ് ഉള്ള ലൊക്കേഷൻസ് കണ്ടുപിടിക്കാൻ കുറച്ച് നല്ല മെനക്കെടായിരുന്നു. പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് ഓബ്വിയസ്ലി കുറേ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പെരുമഴയായിരുന്നു, കുത്തി ഒഴുകണ പുഴ. അതിൽ ലാൽ സാറും എന്താ പറയുക, ഡ്യൂപ്പൊക്കെ ഇല്ലാതെ ഒരുപാട് സ്റ്റൺസൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇതായിട്ടുള്ള ലോജിസ്റ്റിക്കലി ഉള്ള ചാലഞ്ചസ് അതിൽ വന്നു. പക്ഷേ ആ സിനിമ റീമേക്ക് ചെയ്യണം എന്ന് പ്രിയൻ സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രിയൻ സാർ നേരിട്ട് വന്ന് അച്ഛനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, എനിക്ക് ലാലിനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഒന്ന് റീമേക്ക് ചെയ്യാമെന്ന് വെച്ചാൽ. സാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്ന് സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം വരുന്നത് പഴയ ഓളവും തീരവും കണ്ടപ്പോഴാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ പറയണം എന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അത് വെച്ചാണ് സമീപിച്ചത്. ഭാഗ്യവശാൽ അച്ഛൻ അതിന് നോ ഒന്നും പറഞ്ഞില്ല. കുറേം കൂടി ഷോർട്ട് സ്റ്റോറിയോട് അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഫ്രെയിം ചെയ്തിട്ടുള്ളത്.
എം ടി സാറിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാചകമുണ്ട്. സംതൃപ്തി ഇല്ലായ്മ എന്നത് ഒരു കുറവാണെങ്കിൽ ആ കുറവ് ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളത്. സംതൃപ്തി ഇല്ലായ്മ അതിൻ്റെ കുറവോടുകൂടി തന്നെ അദ്ദേഹം അംഗീകരിച്ചൊരു കാര്യമാണ്. ഒരു സിനിമയിൽ വളരെ പോയറ്റിക്കായി എഴുതിയൊരു നോവലിലെ ആയിട്ടുള്ള മഞ്ഞ് ചിത്രീകരിച്ച ഒരു സിനിമയായി പുറത്തു വന്ന സമയത്ത് അദ്ദേഹം ആ സംതൃപ്തിയില്ലായ്മ നല്ലോണം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൻ്റെ ഒരു റീമേക്കിങ്ങിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? മഞ്ഞ് റീമേക്ക് ചെയ്യാൻ കുറേ പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് 2-3 പേര് അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് കോവിഡൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ അതിൽ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ അച്ഛൻ ആ സമയത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വിചാരിച്ച പോലെ ആ സിനിമ അതിൻ്റെ ലൊക്കേലും മറ്റും അതിൻ്റെ സെറ്റിങ്സും എല്ലാം നോവലിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഹി വാസ് നോട്ട് വെരി ഹാപ്പി വിത്ത് ദി ആക്ടേഴ്സ്, ദ കാസ്റ്റിംഗ്, അതൊക്കെ ഒരു തൃപ്തിയായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി റീമേക്ക് ചെയ്യുമോയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ചാലഞ്ച് അവിടെ കിടക്കുന്നുണ്ട്. ഇന്ന് കാണുന്ന നൈനിറ്റോളല്ല നോവലിലുള്ള നൈനിറ്റോൾ. അത് ഈ പീരിയഡ് സിനിമയ്ക്കൊക്കെ വരാൻ പോകുന്നൊരു പ്രശ്നമാണത്. അതിന് കൃത്യമായിട്ട് ആ ചേരുന്ന ലൊക്കേഷനും കാര്യങ്ങളും നമുക്ക് ഇന്ന് കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചാലഞ്ചാണ്. ഇതേപോലെ അദ്ദേഹത്തിൻ്റെ പുറത്തു വന്ന സിനിമകൾ അത്രയും കാലത്തിനിടയിൽ ഓരോ വർഷവും ഒരു വർഷം പോലും ഇടതടവില്ലാതെ ദേശീയ സംസ്ഥാന അവാർഡുകൾ, സിനിമാ മേഖലയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിശിഷ്ടമായ അവാർഡ് എല്ലാ വർഷവും അദ്ദേഹത്തെ തേടിയെത്താറുണ്ട്. ഇനിയുണ്ട് പുറത്തു വരാത്ത തിരക്കഥകൾ എഴുതി വെച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. എഴുതി വെച്ച തിരക്കഥകളുണ്ട്. അത് കൃത്യമായി നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക്, അതായത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അശ്വതി വി നായർ എന്ന് പറയുന്ന സംവിധായക എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഐഡിയ തന്നിട്ടാണ് അദ്ദേഹം വൈൻഡപ്പ് ചെയ്തത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ അച്ഛൻ എഴുതി വെച്ച സ്ക്രിപ്റ്റുകൾ 2-3 ഉണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മളൊരു 10-ൽ കൂടുതൽ കഥകൾ നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 20-ന്ന് അത് 9-ലേക്ക് എടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അച്ഛൻ ചെയ്തു വെച്ച 2-3 കഥകൾ അത് പ്ലാറ്റ്ഫോമിൻ്റെ റിക്വയർമെൻറ്റും കൂടി കണക്കിലെടുത്താണ് നമ്മൾ കഥകൾ ഫൈനൽ ആക്കുന്നത്. അപ്പോൾ അതിൽ മാറ്റിവെക്കപ്പെട്ട 2-3 കഥകളുണ്ട്. ഒന്ന് ഒടിയൻ, പിന്നെ ഒന്ന് കരിയിലകൾ മൂടിയ വഴിത്താരകൾ, പിന്നെ കൽപ്പാന്തം, പെരുമഴയുടെ പിറ്റേന്ന്, ഈ 4 എണ്ണം കൂടി ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയൊന്നുമില്ല. അതൊരു കാലത്തും പറയൂല. നമ്മൾ ചെയ്യുക, നമ്മൾ പോണ പോലെ പോവുക. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമ്മൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നൊന്നും പറയില്ല. പക്ഷേ ആഗ്രഹം 2-ാമൂഴം ചെയ്ത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതിന് പറ്റിയൊരു ടീമിനെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു നല്ല പുസ്തകം വായിച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തരും, എന്നിട്ട് പറയും അത് നല്ല സിനിമാറ്റിക് മെറ്റീരിയലാണ് എന്ന് പറയും. പിന്നെ ചില റെഫറൻസ് ഉള്ള സാധനം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം തരും, എന്നിട്ട് പറയും അതിന് പറ്റിയ ചില റെഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തരിക. പക്ഷെ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലിയൊരു ഇൻഫർമേഷനായിരിക്കും നമുക്ക് അന്ന് കിട്ടേണ്ടത്. വലിയ പാഠങ്ങളായിരിക്കും ചിലപ്പം. അപ്പോൾ അതൊരു നേരെയുള്ളൊരു പറച്ചിലല്ല, അത് വളരെ ഇൻഡയറക്റ്റായിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാഹചര്യം അങ്ങനെയായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടിയായിരിക്കും എന്തെങ്കിലും ഒന്ന് പറയുക. അപ്പോൾ എനിക്ക് വിൽപ്പന കഴിഞ്ഞ് ഇതിൻ്റെ റഫ് കട്ട് അച്ഛനെ കാണിക്കുന്നൊരു സമയം, സത്യം പറഞ്ഞാൽ ഞാൻ
പ്രിവ്യൂ തിയേറ്ററിൽ നിന്ന് ഞാൻ ഇരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയില്ല. പക്ഷേ അത് കഴിഞ്ഞ് വന്ന് വളരെ കാമായിട്ടാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറേ ദിവസം എനിക്ക് തോന്നുന്നു 2-3 മാസം കഴിഞ്ഞിട്ട് ഒരു പുസ്തകം എനിക്ക് തന്നു. അപ്പോൾ അതിൽ ഡിറക്ടേഴ്സിന് വേണ്ടുന്ന ചില റെഫറൻസസ്, ഷോർട്ട് റെഫറൻസസ്, ഒരു ബുക്കാണിത്. വളരെ പഴയ പുസ്തകം, അതിപ്പോൾ പ്രിൻറ്റിലൊന്നുമില്ല, വളരെ പഴയ പുസ്തകം. അതെടുത്തിട്ട് ഒരു ദിവസം അച്ഛൻ്റെ തന്നെ ലൈബ്രറിയിലുള്ള പുസ്തകം, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനിയൊന്ന് ചെയ്യുന്നതിന് മുന്നേ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ദിസ് ഈസ് ലേണിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നേരിട്ട് ഇന്നത് ചെയ്യണം ഇന്ന് ചെയ്യേണ്ടെന്നൊന്നുമല്ല. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇത് നല്ല സിനിമാറ്റിക് മെറ്റീരിയലാന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിലൊരു സിനിമയുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹി വിൽ ഇൻസ്പയർ യു ടു ഡൂ സംതിങ്. അതാണ് അച്ഛൻ്റെ ഒരു രീതി, അല്ലാതെ പ്രത്യക്ഷമായിട്ട് അങ്ങനെ പറയില്ല. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അച്ഛൻ മകൾ സാധാരണയൊക്കെ നിങ്ങൾ ഈ മടി കയറിയിരിക്കുകയൊക്കെ ചെയ്തിരുന്നോ കുട്ടിയായിരിക്കുമ്പോൾ? ഞാൻ കൗതുകത്തിൻ്റെ പുറത്ത് ചോദിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഈ അച്ഛൻ മകൾ ബന്ധം എന്തായിരുന്നു ആക്ച്വലി? ഇത് സോളിറ്റ്യൂഡ് ഈസ് മൈ മിസ്ട്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോളിറ്റ്യൂഡാണ് മിസ്ട്രസ്, അപ്പുറത്തേക്ക് എല്ലാ ഇത് സോളിറ്റ്യൂഡിന് കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം പങ്കുപറ്റിയതാണ് കുടുംബം എന്ന് പറയുന്നത്. ഞാനൊക്കെ പല കാര്യങ്ങളും ഒപ്പീസുകൾക്ക് വേണ്ടി വന്നിട്ട് കാലിൽ വീഴുന്നതാണല്ലോ സാറിൻ്റെ. അപ്പോൾ ഒരു കാര്യമൊക്കെ ചോദിച്ച് വരുമ്പോഴത്തേക്ക് എനിക്കൊരു 10 ചോദ്യം മനസ്സിൽ വെച്ചതിനൊരു ഒറ്റ ആൻസർ ഉണ്ടാവും. പിന്നെ ഞാനിരുന്ന് വേർക്കും, പഠിച്ചോനെ ഇനി 9 ചോദ്യം ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വേർത്ത് പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളെ ഫീൽഡ് അതായതുകൊണ്ട് സാറ് നമ്മൾക്ക് ഒരു 2 മാസം കൂടുമ്പോൾ നമുക്കൊരു പുള്ളിങ് മെറ്റീരിയൽ ആയതുകൊണ്ടും പല സാധനങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ എടുത്തു ഒറ്റ ചോദ്യം ഉണ്ടാവും, അതിന് 9 ആൻസർ. ഞാൻ ഈ കുട്ടി എന്ത് ചോദ്യം കൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം എന്നുള്ള അതിനുള്ള ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരു ഒറ്റ ഉത്തരത്തിൽ കിട്ടിയിരിക്കും. നിങ്ങൾ ഒരു അച്ഛൻ മകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു സത്യത്തിൽ? വളരെ പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒരു സാധാരണ ഒരു കൺവെൻഷണൽ ചൈൽഡ്ഹുഡ് അല്ല എനിക്ക് ഉണ്ടായിരുന്നത്. ഒരു സാധാരണ ഒരു വീട്ടിൽ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ഇൻറ്ററാക്ഷൻസൊക്കെ വളരെ കുറവായിരുന്നു. ഈ പറഞ്ഞ പോലെ മടിയിലിരുത്തി ലാളിക്കുകയോ അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. എന്നുവെച്ചാൽ ഞാൻ വളരുമ്പോൾ അച്ഛൻ വളരെ തിരക്ക് പിടിച്ച സമയമാണ്. വീട്ടിലുണ്ടാവണത് തന്നെ അപൂർവം. എപ്പോഴെങ്കിലും വരും, 3-4 മാസമൊക്കെ കൂടുമ്പോഴായിരിക്കും. പിന്നെ മാതൃഭൂമിയിൽ പണിക്ക് ചേർന്നതിന് ശേഷമാണ് പിന്നെയും എനിക്ക് ദിവസവും അച്ഛനെ കാണാൻ കിട്ടിയിരുന്നത്. അങ്ങനെ കൊച്ചുകുട്ടികളെ ലാടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാതെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സത്യത്തിൽ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻസ് ഉണ്ടായി തുടങ്ങുന്നത്. ഞാൻ കുറേയും കൂടി ഗൗരവമായിട്ട് വായിക്കാനും മറ്റും തുടങ്ങിയതിന് ശേഷം ആണ് നല്ല നീണ്ട സംഭാഷണങ്ങൾ ഉണ്ടാവുന്നത്. പുസ്തകങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നതിനെ കുറിച്ചാവാം. ഷേക്സ്പിയർ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഷയമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പേപ്പർ എഴുതുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ റെഫറൻസസ് ഒക്കെ എടുത്തു തരും. അങ്ങനെയാണ്. അത് ഒരു സാധാരണ ബന്ധമല്ല. പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്ക് ഒന്നും മിണ്ടാതെ നമ്മൾ 2 പേരും ഇരുന്നാലും ദർ ഇസ് കമ്മ്യൂണിക്കേഷൻ. അത് അച്ഛൻ എൻ്റെ കൈ പിടിച്ച് അമർത്തിയാൽ എനിക്കറിയാം അച്ഛൻ എന്താ മനസ്സിൽ തോന്നണമെന്നുള്ളത്. അച്ഛൻ എന്നെ നോക്കിയാൽ അറിയാം അച്ഛൻ എന്താണ്. ഇപ്പോൾ ഒരു ചടങ്ങിന് പോയി അവിടുത്തെ കഴിഞ്ഞു പോവാറായി എന്ന് വെച്ചാൽ എന്നെ നോക്കിയാൽ എനിക്കറിയാം അച്ഛൻ എണീക്കണം, പോവാറായി. ആ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ എങ്ങനെയോ അറിയാതെ എത്തിപ്പെട്ടതാണ്. അത് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് അത് പറയേണ്ടതെന്ന്, വാക്കുകളിലൂടെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു ആത്മബന്ധം കുറേ കഴിയുമ്പോൾ നമ്മൾ പറയാതെ തന്നെ നമുക്ക് പലതും മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ചോദിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നമുക്കിങ്ങോട്ട് ചെയ്യും. അപ്പോൾ അത് ഭാഗ്യം, അല്ലാതെ എന്താ പറയുക. ടീച്ചറിൻ്റെ ആത്മകഥ വീണ്ടും ഞാൻ റെഫർ ചെയ്യാണ്. മാധവന് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു മുത്തശ്ശനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സിത്താര ഒരു സാഹിത്യ തീർത്ഥാടകരുടെ കേന്ദ്രമായപ്പോഴും എന്നും ഒരു കുതിരയായിരുന്നു മാധവ് കേട്ട മുത്തശ്ശൻ്റെ കഥകളിലുണ്ടായിരുന്നത്. എല്ലാ ദിവസവും ഒരു കുതിര. അപ്പം കുട്ടിയായിരിക്കുന്ന മാധവ് ഈ കുതിരയുടെ കഥ
കുറേ ദിവസം കേട്ടു. പിന്നെ കുതിരയെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തിരിച്ചങ്ങോട്ട് ആ കഥ പറഞ്ഞു കൊടുത്തു. ആ ഒരു ഇൻസിഡൻറ്റ് ടീച്ചർ ഓർക്കുന്നുണ്ട്. ശരിയാണ്, അച്ഛന് കഥ പറയാനറിയില്ല. അപ്പോൾ കുട്ടിക്ക് ഈ ഒരു കഥ തന്നെയാണ് ദിവസവും രാത്രി. ഞാൻ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോവാം മോനെ. അപ്പോൾ അവൻ ദിവസവും കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് മുത്തശ്ശൻ എന്താ കഥ പറഞ്ഞത്, എന്നും ഒരു കുതിരയുടെ കഥയേ അറിയുള്ളൂ മുത്തശ്ശന്, വേറൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോൾ അത് പറയാൻ അതൊന്നേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു, പക്ഷേ അവനോട് ഒരുപാട് വാത്സല്യവും ഒക്കെ ഉണ്ട്. പക്ഷേ കഥ പറയാനറിയില്ല അച്ഛന്, എഴുതാനേ അറിയുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു മകളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. അക്കാദമിക് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, ഇപ്പോൾ തിരഞ്ഞെടുത്ത കരിയർ ആയിക്കോട്ടെ, ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ലാതെ വളരെ നിസ്സംഗമായിട്ടോ, അല്ലെങ്കിൽ അത് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും ആളുകൾ സ്വതവേ ഒരു 10 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ വിഷയങ്ങളില്ലാതെ വേർക്കുന്ന ഒരു അദ്ദേഹമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകള് എല്ലാ കാര്യങ്ങളും തീരുമാനം അങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്തത്. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിക്കും നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുന്നു, പക്ഷെ ഒന്നും പറയില്ല. നമ്മൾക്ക് വിട്ടുതരിക ചെയ്യുക. എന്ത് വേണമെങ്കിൽ തീരുമാനിക്കാം. തീരുമാനം നമ്മുടെയാണ്, അതുപോലെ നമ്മുടെയാണ് ജീവിതം. നമ്മൾ ജീവിക്കുക, അതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മൾ, പക്ഷേ എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മളെ കൈയൊഴിയില്ല. പക്ഷേ തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടെ ആയിരിക്കും. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കെന്നും ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞ പോലെ എല്ലാ ഘട്ടത്തിലും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഇടപെട്ടിട്ടില്ല ഒരു കാര്യത്തിലും. നമ്മളങ്ങോട്ട് പറയും, അതിന് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള രീതിക്കുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇന്നത് ചെയ്യണം, ഇന്നത് വേണ്ട, അങ്ങനെയൊന്നും. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരികയാണ്. എന്താ വേണ്ടത് വെച്ചാൽ അത് അച്ഛൻ എനിക്ക് തോന്നുന്നു എല്ലാവരോടും, ഇപ്പം അമ്മയോടായാലും അതെ, അമ്മയുടെ ലൈഫിൽ അമ്മയുടെ ഡാൻസും കാര്യങ്ങളും വളരെ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചതും അതുകൊണ്ടാണ്. വളരെ അതെല്ലാവരുടെ കാര്യത്തിലും ഇത് നോൺ ഇൻറ്റർഫിയറിങ് ആണ്. ഒരു വിധത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിൽ തീരെ ഇൻറ്റർഫിയർ ചെയ്യില്ല. ഈ പേര് പലപ്പോഴും നമ്മൾക്ക് ഒരേപോലെ ഭാഗ്യവും അതേപോലെ ബാധ്യതയും ആവാറുണ്ട്. MTയുടെ മകളാണ് എന്നുള്ള ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ടാബു പോലെയോ, ഞാൻ ഇന്നത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നതിനെ കുറിച്ച് രണ്ടാമതൊന്ന് തീരുമാനിക്കേണ്ടി വരും, ചിന്തിക്കേണ്ടി വരും, അത് അദ്ദേഹത്തെയും കൂടെ ബാധിക്കും, അങ്ങനെയൊക്കെയുള്ള ക്രൈസിസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ അതായത് ഈ ഒരു MTയുടെ മകൾ എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ടൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഭാരമായിട്ട് ഞാൻ ഒരിക്കലും അതിനെ കണ്ടിട്ടില്ല. അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചില സമയത്ത് കുറേ കാലം പത്രമാധ്യമങ്ങളിൽ ഞാൻ നൃത്ത പരിപാടി ചെയ്ത് കഴിയുമ്പോൾ ഫോട്ടോൻ്റെ താഴെ എഴുതി വരുന്നത് പലപ്പോഴും MTയുടെ മകളും മരുമകനും എന്നായിരുന്നു. അപ്പം തുടക്കത്തിലൊക്കെ അതൊരു നമ്മൾ ഒരു കരിയറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴൊക്കെ അത് ഇത്തിരി വിചിത്രമായിട്ട് തോന്നും. പിന്നെ നമുക്കത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ ഷേക്ക് ഓഫ്, അല്ലേ? ആ ടാഗ് എന്തായാലും നമുക്കുണ്ടാവും. അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക. പിന്നെയാണത് അശ്വതിയും ശ്രീകാന്തും എന്ന് മാറിയത്. അപ്പോൾ അതൊരു വസ്തുതയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സിനിമ എന്നൊരു മേഖലയിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ എനിക്ക് ഉണ്ടായൊരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അച്ഛനോടുള്ള ഒരു ഗുഡ് വിൽ. എനിക്ക് ഓരോ ഘട്ടത്തിലും മനോരഥങ്ങൾ എന്ന് പറയുന്ന ഒരു മാമത്ത് പ്രോജക്റ്റാണ് അത്. ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉള്ള ആദ്യത്തെ അത്രയും വലിയ പ്രോജക്റ്റ്. അത് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് വന്നത്, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചത് ഓരോ ഘട്ടത്തിലും
അച്ഛനോടുള്ള ഗുഡ് വില്ലിൻ്റെ ഒരു ചെറിയ അംശം എനിക്കും കൂടി കിട്ടിയതുകൊണ്ടാണ്. അത് ഞാൻ എന്നും പറയും, എനിക്കത് പറയാൻ ഒരു മടിയുമില്ല. ആ ഗുഡ് വില്ലിൻ്റെ ഒരു ചെറിയ അംശം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒരിക്കലും ഞാനൊരു ഭാരമായി കാണുന്നില്ല. പക്ഷേ മറുവശത്ത് ഒരു സംവിധായികയാവുമ്പോൾ തീർച്ചയായിട്ടും കമ്പാരിസൺസ് വരും, പലതും വരും. അപ്പോൾ വർക്ക് എങ്ങനെ കൺസീവ് ചെയ്യുന്നു, അത് ഞാൻ പേടിച്ചൊരു സംഗതിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വർക്ക് എടുത്തിട്ട് നമ്മളതൊരു മോശമാക്കുക, അല്ലെങ്കിൽ അതിന് ആ പേടി എന്തായാലും ഉള്ളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ യു അപ്രോച്ച് ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് കോഷൻ. അപ്പോൾ അത് എന്തായാലും മനസ്സിൽ ഉണ്ടാവും, ആ ഒരു ഭയം ഉള്ളിലുണ്ടാവും. പക്ഷേ അതിനൊരു ഭാരമായിട്ട് ഞാൻ കാണുന്നില്ല, അതിനൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെയാണ് എപ്പോഴും കാണുന്നത്. ഈ 14-ാം വയസ്സിൽ എഴുതി തുടങ്ങിയ വിഷു ആഘോഷം മുതൽ കാഴ്ച വരെ, 24 വർഷം മുമ്പ് എഴുതിയ കാഴ്ച വരെ, പക്ഷേ ഇന്നലെ എഴുതി പേന മടക്കി വെച്ചതുപോലെ തോന്നാറുള്ളൂ MT എന്ന സാഹിത്യകാരൻ. അതേപോലെ മുറപ്പെണ്ണിൽ നിന്ന് തുടങ്ങിയിട്ട് 32-ാമത്തെ വയസ്സിലാണ് മുറപ്പെണ്ണ് തിരക്കഥ എഴുതുന്നത്. മുറപ്പെണ്ണിൽ നിന്ന് തുടങ്ങിയിട്ട് 91-ാമത്തെ വയസ്സിൽ റിലീസായ മനോരഥങ്ങൾ വരെ, അതായത് അത്രയും അപ്ഡേറ്റ് ആയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്ന് തുടങ്ങിയിട്ട് OTT യുഗം വരെ അനായാസം കടന്നു കയറിയ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭ. തിരിഞ്ഞു നോക്കുമ്പോൾ അച്ഛൻ്റെ ട്രഷറി എങ്ങനെയാണ്, എന്തെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതിന്? ഒരു ഭയങ്കര ലെഗസി അല്ലേ? അതെ, ഒരു മനുഷ്യായുസ്സിൽ ഒരാൾക്ക് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് അച്ഛൻ ചെയ്തു എന്ന് എനിക്ക് പറയാൻ തോന്നാറുള്ളൂ. അതായത് ഏത് മേഖലയായാലും, സിനിമ മാത്രമല്ല, അതെ, സാഹിത്യം, പത്രപ്രവർത്തനം, സംഘാടനം, 33 വർഷം തുഞ്ചൻ പറമ്പ്. സോ ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകുന്നില്ലല്ലോ. അത്രയും വലിയൊരു ലെഗസി മലയാള ഭാഷയ്ക്ക് നൽകാൻ സാധിച്ചത് മറ്റൊന്നുമില്ല, ആ ഭാഷയോടുള്ള സ്നേഹം, അതിനെ വളർത്തുക. അതിപ്പം സാഹിത്യമായാലും സിനിമയായാലും ആ മലയാള ഭാഷയോടുള്ള സ്നേഹം അതൊക്കെ കാത്തു സൂക്ഷിച്ചും കൊണ്ട് ചെയ്ത പ്രവർത്തനം. അപ്പം അതൊരു വലിയ ലെഗസിയാണ്. നമുക്ക് അതിൻ്റെയൊക്കെ താഴെ നിന്ന് നമുക്ക് അത്ഭുതത്തോടെ നോക്കാനല്ലേ പറ്റുള്ളൂ. ഒരു കടലിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ നോക്കുന്ന പോലെ. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. MTയുടെ ഒരു ചിന്തയും പാഴായി പോയിട്ടില്ല. ഒന്നുകിൽ അത് കഥയായിട്ടോ, ഒരു യാത്രയാണെങ്കിൽ ലേഖനമായിട്ടോ, ഒരു സിനിമയാണെങ്കിൽ അത് സിനിമയും അതേപോലെ തിരക്കഥയും പുസ്തകവും വിഷ്വലുമായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ എഴുതാൻ ബാക്കി വെച്ചൊരു നോവലുണ്ടായിരുന്നു, അത് ആ മനോരഥങ്ങളിൽ കിടന്നു, പുറത്തോട്ട് വന്നില്ല, പല പല കാരണങ്ങളാൽ. ഇടയ്ക്ക് വന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി, പറഞ്ഞോളൂ ഞാൻ ഡിക്റ്റേറ്റ് ചെയ്തോളാമെന്ന്. അതിൻ്റെ ഒരു അസ്വസ്ഥത കഴിഞ്ഞ ജൂലൈ മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എഴുതാൻ ബാക്കി വെച്ചൊരു സബ്ജക്റ്റ്. അത് ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എഴുതുക ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പം പലരും ഇനി എന്താണ് മനസ്സിലുള്ളതെന്ന് 3-4 തവണ ഇങ്ങനെ പ്രസ് ചെയ്ത് ചോദിക്കുമ്പോൾ അറിയാതെ ഒരിക്കൽ പറഞ്ഞു പോയി, നാട്ടിലുള്ള ഒരു കൃഷിക്കാരനെ കുറിച്ചുള്ള ഒരു നോവൽ. അപ്പോൾ അത് പറഞ്ഞു പോയതിന് ശേഷം പിന്നെ അത് എഴുതാനുള്ള ബുദ്ധിമുട്ടാണോ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. എന്താ വെച്ചാൽ എഴുത്ത് തികച്ചും സ്വകാര്യമായ ഒരു പ്രക്രിയയാണ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നോവൽ, ഷോർട്ട് സ്റ്റോറി, ഈ മേഖലയൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ളൊരു സംഗതിയാണ്. അതിൽ ആർക്കും പ്രവേശനമില്ല. ഇപ്പോൾ തിരക്കഥ അങ്ങനെയല്ല. തിരക്കഥയാകുമ്പം മറ്റ് പല ഒരു ഇടപെടലുകൾ, അതായത് എഴുത്ത് സ്വന്തമാണെങ്കിൽ കൂടി അതിൽ മറ്റുള്ള ഘടകങ്ങൾ വരും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് അത് എഴുതാൻ പറ്റാതെ പോയത്. മനസ്സെന്നുള്ളത് അത് പറഞ്ഞു പോയി, പിന്നെ അത് മനസ്സിനുള്ളിലിട്ട് അത് വർക്ക് ചെയ്യാൻ, പിന്നെ ശാരീരികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലേഖനം ഡിക്റ്റേറ്റ് ചെയ്യുന്ന പോലെ എളുപ്പമല്ലല്ലോ ഒരു നോവൽ ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഈസി. അതൊരു വലിയൊരു സംഗതിയാണ്. അപ്പോൾ അത്
അതിൻ്റെയൊക്കെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കാം അച്ഛൻ അതിലേക്ക് പോകാൻ പറ്റാഞ്ഞെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞാലും തീരാത്തൊരു കടലാണ്, അറ്റമില്ലാത്തൊരു കടൽ പോലെ തന്നെയാണ് MT എന്ന് പറയുന്ന 51 അക്ഷരം. 2 അക്ഷരം എന്നുള്ളത് ഇന്ന് രാവിലെ മുതൽ മാറ്റി. MT എന്ന 2 അക്ഷരം എന്നായിരുന്നു ഇന്ന് രാവിലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പോൾ MT എന്ന 51 അക്ഷരം എന്നാക്കി. ഓരോ മനുഷ്യർക്കും ഓരോ MT ആണ്. അങ്ങനെ അവനവൻ്റേതായിട്ട് സ്വയം വീതിച്ച് നൽകി നടന്നുപോയ മനുഷ്യ മനസ്സുകളിലേക്ക് വളരെ നിസ്സംഗതയോടുകൂടി നിസ്സാരതയോടുകൂടി നടന്നു പോകാൻ മഹാന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇതിപ്പം ഞങ്ങൾ സംസാരിച്ചതിലേക്കാട്ടും കൂടുതൽ ആളെ കയ്യോടെ കിട്ടിയ സ്ഥിതിക്ക് ഓഡിയൻസിന് ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഇനി ഓഡിയൻസിൻ്റെ സമയമാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ മനോരഥങ്ങളിലൂടെയാണ് പോകുന്നത്. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത്, സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്, സാംസ്കാരിക ലോകത്തിന്, ചലച്ചിത്ര ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത സംഗതികളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഓഡിയൻസിനാവാം. നമസ്കാരം. അശ്വതി പറഞ്ഞതിലും അവതാരക പറഞ്ഞതിലും ഒരു അബദ്ധം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് MT ആക്ടറെയോ ആക്ട്രസിനെയോ കണ്ടിട്ട് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. MTയെ ഒരിക്കലും ഞാൻ താഴ്ത്തി പറയല്ല. കാരണം മനുഷ്യ സമൂഹത്തിൻ്റെ മഹാദുഃഖങ്ങളെ എഴുത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ, അതിനുവേണ്ടി കവിത പോലെ കടഞ്ഞെടുത്ത ഒരു ഭാഷ കണ്ടെത്തിയ, തിരക്കഥാരചനയിൽ ഓരോ കഥാപാത്രത്തിലും ആഴത്തിൽ മനുഷ്യവികാരങ്ങൾ എഴുതി വെച്ച, പത്രാധിപർ എന്ന നിലയിൽ മലയാളത്തിലെ ആധുനിക സാഹിത്യത്തിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ആഹ്ലാദപൂർവ്വം പങ്കെടുത്ത ഒരാളുടെ ഓർമ്മകളെയാണ് നമ്മൾ ഇന്ന് MT എന്ന് വിളിക്കുന്നത്. പക്ഷേ MT മമ്മൂട്ടിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പഴശ്ശിരാജ എഴുതിയത്. മമ്മൂട്ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ട് MT നിഷേധിച്ചിട്ടില്ല. കാരണം മമ്മൂട്ടി ഹരിഹരനും കൂടി MTൻ്റെ അടുത്ത് പോകുന്നു. കലാകൗമുദിയായിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്. അപ്പം മമ്മൂട്ടി ഹരിഹരനും പറയുന്നു, 20 വർഷത്തിന് മുമ്പ് നമ്മൾ വടക്കം വീരാതെടുത്തു, അതുപോലൊരു പടം ഞങ്ങൾക്ക് ചെയ്തു തരണം. അപ്പോൾ മമ്മൂട്ടി ആലോചിച്ചു. ആദ്യം വടക്കം പാട്ട് ആലോചിച്ചു MT ആലോചിച്ചു വടക്കം പാട്ട്. അപ്പോൾ MT എന്നെ തിരുത്തി പറഞ്ഞു, വടക്കം പാട്ട് ശരിയാവില്ല, എനിക്ക് ഇതേ ഉള്ളൂ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും. പിന്നെ തലക്കൽ ചന്തുവിനെ നായകനാക്കി എഴുതാൻ വിചാരിച്ചു. അന്നേരം MT പറഞ്ഞു, അന്നേരം മമ്മൂട്ടിക്ക് നായകനാകില്ല. അങ്ങനെ പഴശ്ശിരാജനെ മമ്മൂട്ടിക്ക് വേണ്ടിയാണ്. മാത്രമല്ല അതേ കാലഘട്ടത്തിൽ മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള വ്യത്യാസം മോഹൻലാലിനോട് ചോദിക്കുന്നു. അപ്പോൾ മോഹൻലാൽ പഴശ്ശിരാജ ഉദാഹരിച്ച് മോഹൻലാൽ പറഞ്ഞു, മമ്മൂട്ടിക്ക് മാത്രം സാധ്യമായ ഒരു ലോകമാണ് പഴശ്ശിരാജ. അത് മമ്മൂട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ സ്ക്രിപ്റ്റാണ്. അത് എൻ്റെ അടുത്ത് ആ സ്ക്രിപ്റ്റ് ആയിട്ട് വന്നാൽ ഞാൻ തിരിച്ചാളെ പറഞ്ഞേക്കും. അതാണ് ഞാനും മമ്മൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് മോഹൻലാൽ അങ്ങേയറ്റം വിനയത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ MT ആക്ടറെ കണ്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഗംഭീരമായി ചെയ്തത് വേറൊരു എഴുത്തുകാരനാണ് ആക്ടറെ കണ്ട് എഴുതുകയാണെങ്കിൽ മോശമാവും. MT ആക്ടറെ മമ്മൂട്ടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയപ്പോൾ പഴശ്ശിരാജ ഗംഭീരമായി. വേറെ ഏതൊരു എഴുത്തുകാരനാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡോക്യുമെൻ്ററി ഫിലിമായി ചുരുങ്ങായിരുന്നു. അത് ഫീച്ചർ ഫിലിമായി വികസിക്കുന്നത് MTയുടെ എഴുത്തുകൊണ്ടാണ്. അപ്പോൾ ആക്ടറെ കണ്ട് എഴുതിയില്ല എന്നുള്ളത് അശ്വതിയും ഷബിതയും പറഞ്ഞത് തിരുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെയൊരു അഡീഷണൽ ഇൻഫർമേഷൻ അവിടെ നിന്ന് വരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് നാളെ തിരുത്താനുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ വെച്ച് തിരുത്തിയിരിക്കുന്നു, ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യണം അതിന് ശേഷം. കാരണം അദ്ദേഹമാണത് അങ്ങനെ പ്രസ്താവന ഏഷ്യാനെറ്റ് എഴുതുന്ന ഇൻ്റർവ്യൂവിലാണ്, ഒരു അവാർഡ് ദാന ചടങ്ങിലാണ്. ഏഷ്യാനെറ്റിൻ്റെ ആദരം ഇവിടെ ടാഗോറിൽ വെച്ച് നടന്നതിലാണ് അന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് പഴശ്ശിരാജയ്ക്ക് മുൻപായിരുന്നു. മേ ബി ആയിരിക്കാം. പഴശ്ശിരാജ എഴുതേനും ആയിക്കോട്ടെ, താങ്ക് യു. നമുക്ക് അതും സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു തിരുത്തുണ്ട് ഉണ്ടാവാം. ഒരു പക്ഷേ ഈ തിരക്കഥകളെല്ലാം ഇങ്ങനെ ആയി വരുന്ന സമയത്തും, ആദ്യം ഒരു കഥ എഴുതുന്ന സമയത്ത് ആൾക്ക് മുഖം ഉണ്ടാവില്ലല്ലോ, അതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്തും ആക്ടറുടെ ഫീച്ചേഴ്സൊക്കെ പിന്നെ അടുത്ത തിരുത്തിയെഴുത്തിൽ വരുന്നത് സ്വാഭാവികമാണ്, ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ മനോരഥങ്ങളുടെ ഇനോഗ്രൽ സെഷനിൽ ആ നെഞ്ചിലേക്ക് ഒന്ന് ചാഞ്ഞത് അല്ലേ? അതായിരുന്നല്ലോ വൈറൽ ഫോട്ടോ ആയിരിക്കാം. അശ്വതി മാഡം, ഒരു ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞ മാഡം MT സാറിൻ്റെ ഏതെങ്കിലും വർക്ക്, ഇനി ഷോർട്ട് സ്റ്റോറിയോ നോവൽ മൂവി സ്ക്രീൻ പ്ലേ, ഏതെങ്കിലും മാഡം MT സാറിൻ്റെ അടുത്ത് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു MT സാറിൻ്റെ അടുത്ത്?
അച്ഛൻ്റെ ഒരുപാട് സിനിമകൾ വരുന്ന സമയത്തൊക്കെ ഞാൻ വളരെ ചെറുതാണ്. അന്ന് ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു കോൺവെർസേഷന് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ക്രിട്ടിസൈസ് ചെയ്തായിട്ടൊന്നും എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ് ചെയ്തില്ലെങ്കിലും വിയോജിപ്പുള്ള ഏതെങ്കിലും കൃതികളുണ്ടോ എന്നും കൂടെ ആവാലോ. ഭയങ്കര ബുദ്ധിമുട്ടാണിത്. എനിക്കിപ്പോൾ ഒന്നും ഓർമ്മ വരണില്ല. സോ സോറി. ഇനി ആർക്കും കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ്, ഐ റിമെമ്പർ തീർത്ഥാടനം സിനിമ. വാനപ്രസ്ഥം എന്നുള്ള കഥയെ ആധാരമാക്കി എഴുതി സിനിമയായിട്ട് തീർത്ഥാടനം എന്നുള്ള സിനിമ വന്നു. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ അച്ഛനോട് ഇങ്ങനെ ഞാൻ പറഞ്ഞു അതിൻ്റെ കാസ്റ്റിംഗ് കുറച്ചും കൂടി നന്നാവായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ശരിയാണ്, കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു സംഗതി എനിക്കിപ്പോൾ ഓർമ്മ. നമുക്ക് സമയമായി വൈൻഡപ്പ് ചെയ്യാൻ. MTയുടെ മനോരഥങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചത്. രണ്ടുപേരും ഞങ്ങൾ ആ മനോരഥങ്ങളുടെ അടുത്തെത്താനൊന്നും പറ്റിയിട്ടേയില്ല. ഒട്ടും ഒരു അവകാശവാദവും ഇല്ല. രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ വളരെ പുറത്തു നിന്നുള്ള ഞാനും അകത്താണെങ്കിലും ശരി പുറത്തുനിന്ന് നോക്കിക്കാണാൻ മാത്രം അനുവാദമുള്ള മകളും തമ്മിലുള്ള വളരെ ആരോഗ്യകരമായ ഒരു ചർച്ച ഇവിടെ കഴിഞ്ഞതിൻ്റെ സമാധാനത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു.